ഷെയ്നെ നമ്മൾ ഇതുപോലെ കാണുന്നത് നമുക്ക് ഇതിന്റെ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്താണ് ഷെയ്നെ കാണുന്നത്. അപ്പൊ ഷെയ്ൻ നമുക്ക് ഞാൻ ഇതിന് മുന്നേ ഷെയ്ൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ശാന്തനുവും ഷെയ്നൊക്കെ ആ ദിവസം വരുന്നു. അപ്പൊ നമുക്ക് എത്രയൊക്കെയാലും ഇവര് സ്റ്റാർസ് ആണല്ലോ. RDX കണ്ടിട്ടാണെങ്കിൽ ശാന്തനു ടാക്സി മറ്റേ പാട്ടിലൊക്കെ ഭയങ്കര സ്റ്റാർ. അപ്പൊ ഞാനും ജക്സണും ഇങ്ങനെ ട്രെയിനിങ്ങിന് പോയി ഇവരെ കാണും. നമ്മൾ വിചാരിക്കുന്നത് ഇവരൊരു ലെവൽ, പക്ഷെ അന്ന് കണ്ടപ്പോ തൊട്ട് ഇവര് നമ്മളെയും കൂടെ കൂട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഷെയ്നാണെങ്കിലും ശാന്തനു ആണെങ്കിലും നമ്മളെയും കൂടെ എല്ലാത്തിനും കൂടെ കൊണ്ടുപോയി ട്രെയിനിങ്ങിന്റെ സമയം മുതൽ തന്നെ ഒരു ഇതിലും നമ്മളെ വിടാതെ എവിടെ പോവാണെങ്കിലും അങ്ങനെ ഫുൾ ടൈം ഇവര് നമ്മളെയും കൂടെ കംഫർട്ട് ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കബഡി ട്രെയിനിങ്ങിന്റെ സമയത്താണെങ്കിൽ നമുക്ക് ബഡ്ഡി ട്രെയിനിങ് എന്ന് പറയുന്നത് വെച്ചാൽ രണ്ട് പേരാക്കിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇപ്പൊ ചില ദിവസം നമുക്ക് മേലുവേദന ഭയങ്കര മേലുവേദനയാവും. അപ്പൊ ഈ 2 പേരായിട്ട് നമ്മൾ ഫുൾ ബോഡി മറ്റേ ബഡ്ഡി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ മസിൽസ് എല്ലാം റിലാക്സിങ് പരിപാടിയാണ്. ഇപ്പൊ കാലിന് ഫുൾ നമ്മൾ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം, കാല് ഫുൾ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം, കൈ ഫുൾ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാനും ഷെയ്നും അല്ലെങ്കിൽ ഞാനും ശാന്തനും ജക്സണും ഷെയ്നും അങ്ങനെ നമ്മൾ മാറി ചെയ്യിപ്പിക്കും. അപ്പൊ മുതലേ ആ ബോണ്ട് ഇങ്ങനെ ബിൽഡായി നമുക്കത് കബഡി കോർട്ടിൽ വരുമ്പോൾ തന്നെ അവനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്നുള്ള മൂഡിൽ നമുക്ക് ഓൾറെഡി എത്തും. നമ്മൾ അങ്ങനെ ആയി പോകും അങ്ങനെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ. അപ്പൊ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അതെല്ലാം ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടൊരു 45-50 ദിവസം നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും കബഡിയിലാണെങ്കിലും അത് ഭയങ്കരമായിട്ട്. അപ്പോൾ ഷെയ്ൻ്റെ കൂടെയുള്ള പരിപാടിയൊക്കെ അങ്ങനെ ഭയങ്കര നമുക്ക് അവനെ ആരെങ്കിലും ഒരാൾ കബഡിയിൽ അടിച്ചാൽ തന്നെ നമുക്ക് തോന്നും എടാ ഞാനും ജക്സണും കൂടി അതൊക്കെ പറയാം. ഷോർട്ടിലാണെങ്കിൽ അവരെ അടിച്ചാൽ അവരെ തിരിച്ചടിക്കണം, അങ്ങനെയാവും നമുക്ക്.